സ്റ്റിച്ചിങ് കുറച്ചൊക്കെ അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് കണ്ടാൽ ഇത് എന്താണെന്നുള്ളത് പെട്ടെന്ന് ഓടില്ല. കുറച്ചൊക്കെ ഒരു ഐഡിയ ഉള്ളവർക്ക് വേണ്ടി കുറെയൊക്കെ അടിക്കാൻ ഒരു ഐഡിയ ഉള്ളവർക്ക് ഇത് മനസ്സിലാവും. ഇനി നമ്മൾ ബെൽറ്റിന് ഉള്ളത്തെ പീസ് ഇതിന് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ തുള്ളി സമയം പോകണ്ട്. കൊടുക്കുക. ഉള്ളത്തെ തുണി പിരിയാതെ ഉള്ളത്തെ ചെറുതായിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. ഉള്ളത്തത് ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു ബുള്ളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനെങ്ങനെ ഞാൻ ഫസ്റ്റ് മോർ കാണിച്ചതുപോലെ അടിച്ചു മുറിക്കുകയും ചെയ്യാൻ മടക്കി കൊടുത്താൽ മതി. ഇത് നമ്മൾ ചെയ്ത് മടക്കി ഇറക്കി അടിച്ചു കൊടുക്കുക. ഇവിടെ കെട്ടിട്ട് നമ്മൾ ലൂപ്പൊന്ന് അടിച്ച് ഫിറ്റ് ചെയ്യാണ്ട് ലൂപ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ ബെൽറ്റ് വലിയ വീതിയുള്ള ബെൽറ്റാണ്. അപ്പൊ ലൂപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ലൂപ്പിനെ ഇറക്കി ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ ലൂപ്പിനെ ഒരു അരഞ്ചോളം തുള്ളു പാൻറിന്റെ ബോഡിമൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു നോക്കുക. കുട്ടികൾക്ക് 5 ലൂപ്പ് വന്നിട്ടുണ്ട്. ഈ 5 ലൂപ്പിന് ഇതുപോലെ ഒരു ബെൽറ്റിന്റെ വീതിക്കനുസരിച്ച് നമ്മളത് ഇറക്കിയിട്ട് ഇവിടെ കെട്ടിട്ട് അടിച്ചു കൊടുക്കുക. 5 ലൂപ്പ് വന്നിട്ടുണ്ട്. 5 ലൂപ്പിന് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇനി ഫസ്റ്റ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത ഭാഗത്തുനിന്ന് തന്നെ ബെൽറ്റിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പൊ തന്നെയാണ് ലൂപ്പും മേലെ ഭാഗം ഫിറ്റ് ചെയ്യേണ്ടത്. ഓരോ ലൂപ്പിന്റെ ഭാഗം എത്തുമ്പോൾ ലൂപ്പിന് മേലോട്ടും മടക്കി കൊടുക്കുക. കെട്ടിട്ടടിക്കണം. നേരെ തിരിച്ച് മേലോട്ട് അങ്ങോട്ടൊക്കെ വെട്ടി കൊടുക്കുക. ഉള്ളിൽ ലാസ്റ്റ് വെട്ടാനുണ്ട്. വെട്ടാൻ ഇതിന്റെ ലൂപ്പിന് ഇതാ നമ്മൾ താഴെ അടിച്ച് ഫിറ്റ് ചെയ്ത് അവിടെ കട്ട് ചെയ്ത് എടുത്തിട്ട് ബാക്കിയുള്ളത് വേഗം വെക്കുക. ബെൽറ്റിന് കണക്കാക്കിയിട്ട് 1.5 ഇഞ്ചോളം ലൂപ്പിന്റെ വീതി വേണം. അതിനനുസരിച്ച് മടക്കി കൊടുത്തിട്ട് വെട്ടി കൊടുക്കുക. 5 ലൂപ്പ് അതിന്റെ ബെൽറ്റിന്റെ മേലെ ഭാഗം ഒഴിച്ചു വരുമ്പോൾ ഇതുപോലെ മേലെ കഴിച്ചു കൊടുക്കുക. വളരെ ഇതിന് നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോ ഇപ്പൊ പേനിന്റെ ജെൻസ് പേനിന്റെ റെഡ് വീഡിയോയിലൂടെ രീതിയൊക്കെ അടിക്കാൻ അറിയുന്നവർക്ക് പട്ട ഫിറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്